ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഈ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കൂടെ നല്ലൊരു കട്ടിയുള്ള ചമ്മന്തി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം റാഗിയുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം അതെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് റാഗി ഉപ്പുമാവും ചമ്മന്തി ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് റവയും 3/4 കപ്പ് റാഗി പൗഡറുമാണ്. ഈ മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയാൽ 4 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാവും. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും. ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം അവസാനം ചേർക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. വേപ്പിലയും ഇഞ്ചിയും ചേർത്ത് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് കളർ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം. അങ്ങനെ വഴറ്റി ചേർക്കുമ്പോഴാണ് ഉപ്പുമാവ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ തക്കാളി ചേർത്താൽ മതി. വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി ചേർത്താൽ മതിയാകും. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയും ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം വഴറ്റണം. റവ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. റവ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ റവയെല്ലാം നല്ലതുപോലെ മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാനിൽ നല്ല വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് റവ. ഈ സമയത്ത് നമുക്കിതിലേക്ക് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി ചേർത്ത് വീണ്ടും സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. റാഗിപ്പൊടി ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. റാഗിപ്പൊടി റവയുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ട് വരണം. റാഗിപ്പൊടിയും റവയും കൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ പൊടി കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഉപ്പുമാവ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും ഉപ്പും എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. റാഗിപ്പൊടിയെല്ലാം പാകത്തിന് കുക്കായിട്ട് വരണം. 5 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വറുത്ത കശുവണ്ടി അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കശുവണ്ടിയും മല്ലിയിലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് പാകമായിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് മൂടി മാറ്റി വെക്കാം. ഉപ്പുമാവിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു കട്ടി ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലിനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കപ്പലിൻ്റെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത കപ്പലിൻ്റെ ആയതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് വറുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും വറുത്ത് കളർ മാറേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരക്കാൻ പാകത്തിലുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി മിക്സി മൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ചട്നി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ തിക്കാണെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടി ചട്നി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ല നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാനിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കപ്പലിൻ്റെ അരച്ചിരിക്കുന്നതാണ്, നല്ല തിക്കായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചട്നിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനുള്ളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനുള്ളിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് പൊട്ടിക്കണം. കടുകും ജീരകവും പൊട്ടി വരുമ്പോഴിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുത്ത് കറിയുടെ മുകളിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടി ചട്നി റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവ് ചൂടോടുകൂടെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് കൊടുക്കാം. ഇനി ബൗൾ മാറ്റി ഉപ്പുമാവ് പുറത്തേക്ക് എടുക്കാം. ഉപ്പുമാവിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മല്ലിയിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ നമ്മുടെ ഉപ്പുമാവും ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.